ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. മോർണിംഗ് റൂട്ടീനെ കുറിച്ചാണ്. ഒരുപാട് മോർണിംഗ് റൂട്ടീൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ, എന്നാൽ ഇത് വ്യത്യസ്ത രീതിയിലുള്ളൊരു മോർണിംഗ് റൂട്ടീനാണ് മിറാക്കിൾ മോർണിംഗ് റൂട്ടീൻ. ഞാൻ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് കാണുന്ന ഒരാളാണ്, അതുപോലെ തന്നെ ബുക്സും വായിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എൻ്റെ എക്സ്പീരിയൻസും വെച്ചിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ ലൈഫിലും ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, തീർച്ചയായും സക്സസ് ആവുന്നതാണ്. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മോർണിംഗ് റുട്ടീനാണിത്. ഏത് ഏജിലുള്ള ആളുകൾക്കും ഇത് ചെയ്യാവുന്നതാണ്. എത്ര ബിസി ആയിട്ടുള്ളവർക്കും ഇത് ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹാൾ എൽറോഡിൻ്റെ ഒരു ബുക്കാണ് മിറക്കിൾ മോർണിംഗ് റൂട്ടീൻ എന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു 6 സ്റ്റെപ്പാണ്. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും തീർച്ചയായും ഇത് ഉപകാരപ്പെടുന്ന ഒന്നാണ്. എൻ്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്ന ഒരു മോർണിംഗ് റൂട്ടീനാണിത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. അതിനെ സേവേഴ്സ് എന്നാണ് പറയുന്നത്. SAVERS, സേവേഴ്സ്. S സ്റ്റാൻഡ്സ് ഫോർ സൈലൻസ്, അഫോമേഷൻ, വിഷ്വലൈസേഷൻ, എക്സസൈസ്, റീഡിങ് ആൻഡ് സ്ക്രബിങ്. അപ്പം ഇതിനെക്കുറിച്ചാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സൈലൻസ്. നമ്മൾ രാവിലെ എണീച്ച ശേഷം സൈലൻ്റായിട്ട് ഒരു സ്പേസിൽ ഇരിക്കുക. ഫോണൊന്നും സ്ക്രോൾ ചെയ്താൽ സൈലൻ്റായിരുന്ന് അവരവരുടെ പ്രേയേഴ്സ് എല്ലാം ചെയ്യാം. മെഡിറ്റേഷനൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. രാവിലെയുള്ള സൈലൻസിനൊരു പ്രത്യേക മനോഹാരിത ഉണ്ടല്ലേ. അല്ലാതെ നമ്മൾ ആകെ ബഹളം വെച്ച് കുട്ടികളോടൊക്കെ സംസാരിച്ചാൽ ആ ഒരു പീസ്ഫുൾനെസ് തന്നെ മാറുന്നതാണ്. പ്രാർത്ഥനയാണെങ്കിൽ അത് ചെയ്യാം, ഗ്രാറ്റിറ്റ്യൂഡ് ആണെങ്കിൽ അത് ചെയ്യാം. നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ വളരെ നല്ലൊരു കാര്യമാണ് ഈ സൈലൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് A ഫോർ അഫോമേഷനാണ്. നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് അഫർമേഷൻസിനെ കൂട്ടുപിടിക്കാവുന്നതാണ്. നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന കുറച്ച് പ്രസ്താവനകളാണ് ഈ അഫർമേഷൻസ് എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് ഐ ആം ബെസ്റ്റ്, ഐ ആം ബ്യൂട്ടിഫുൾ, ഐ ആം കോൺഫിഡൻറ്റ്. അങ്ങനെ നമുക്ക് എൻകറേജസ് തരുന്ന വേർഡ്സ് നമുക്ക് പറയാവുന്നതാണ്. നമ്മൾ ഇതുപോലുള്ള അഫർമേഷൻസിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല ഫീലോട് കൂടി തന്നെ പറഞ്ഞു നോക്കിയാൽ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്പർ 3, നെക്സ്റ്റ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷനാണ്. വിഷ്വലൈസേഷൻ ചെയ്യുന്നത് നമ്മുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും ഓൾറെഡി നടന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാതെ മുന്നോട്ട് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങളെ നടന്നതായിട്ട് മനസ്സിൽ കാണുന്നു. നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നതായിട്ട് തന്നെ വിഷൻ ബോർഡ് റെഡിയാക്കുന്നു. വിഷ്വലൈസേഷനിലൂടെ നമ്മുടെ ഡ്രീംസും ഗോൾസും ഒക്കെ അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. ആ വിഷൻ ബോർഡിൽ നമ്മൾ നമ്മുടെ ഗോൾസും എല്ലാം അച്ചീവ് ചെയ്തതായിട്ടാണ് നമ്മൾ എഴുതി വയ്ക്കുന്നത്. നമ്പർ 4 എന്ന് പറയുന്നത് എക്സസൈസാണ്. എക്സസൈസ് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതിലൂടെ ഒരു നല്ല മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. എക്സസൈസിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഒരു വാമപ്പെങ്കിലും ചെയ്ത് നോക്കുക. ഒരുപാട് ഇതായിട്ടുള്ള വർക്കൗട്ട്സ് ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെയ്താൽ മാത്രമേ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും വളരെ നല്ലൊരു റുട്ടീനാണ് എക്സസൈസ്. നമ്മുടെ മാനസികോല്ലാസം സാധ്യമാക്കുന്ന ഒന്നാണ്. നമ്പർ 5 എന്ന് പറയുന്നത് റീഡിംഗ് ആണ്. ബുക്ക് റീഡ് ചെയ്യുക എന്നതിലുപരി നമ്മുടെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനും സെൽഫ് ഹെൽപ്പിനും സാധിക്കുന്ന കുറച്ച് ബുക്സ് നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനും സെൽഫ് ഡെവലപ്മെൻറ്റിനും പറ്റിയ ഒരുപാട് ബുക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരു പേജെങ്കിലും നമ്മൾ ഡെയിലി വായിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ക്രിബിങ്, എന്നാൽ ജേർണലിംഗ് ആണ്. അത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെയൊക്കെ എഴുതി വയ്ക്കുന്നതാണ്. വളരെ നല്ലൊരു ഹാബിറ്റായിട്ടാണ് അത് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഡ്രീംസും ഗോൾസും നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് എല്ലാം നമുക്ക് ജേർണലിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അപ്പം ഇതുപോലുള്ള ജേർണലിംഗ് നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് കൂടുന്നതാണ്. അപ്പോൾ ഇതാണ് ദ മിറക്കിൾ മോർണിംഗ് റൂട്ടീൻ എന്ന ബുക്കിൽ ഹാൾ എൽറോഡ് പറഞ്ഞിരിക്കുന്ന സേവേഴ്സ് എന്ന കുറച്ച് കാര്യങ്ങൾ. സേവേഴ്സ് S സ്റ്റാൻഡ്സ് ഫോർ സൈലൻസ്, A ഫോർ അഫർമേഷൻ, V ഫോർ വിഷ്വലൈസേഷൻ, E ഫോർ എക്സസൈസ്, R ഫോർ റീഡിങ്. നെക്സ്റ്റ് 6th
എസ് ഫോർ സ്ക്രിബിങ്. സ്ക്രിബിങ് എന്ന് വെച്ചാൽ ജേർണലിംഗ് ആണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ഇത് പിന്തുടർന്നാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.